വയനാട് ഹേമചന്ദ്രൻ വധക്കേസിൽ DNA പരിശോധനയിൽ മൃതദേഹം ഹേമചന്ദ്രന്റേതാണെന്ന് വ്യക്തമാകുന്ന ഫലം ലഭിച്ചില്ല. കാൽഭാഗത്തെ എല്ലിൽ നിന്ന് DNA ഫലം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കണ്ണൂർ ഫോറൻസിക് വിഭാഗം വീണ്ടും പറഞ്ഞു. മൃതദേഹത്തിൽ നിന്ന് DNA സാമ്പിൾ നൽകാൻ കണ്ണൂർ ഫോറൻസിക് വിഭാഗം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയും റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ ഹേമചന്ദ്രനെ തമിഴ്നാട്ടിലെ വനത്തിൽ വെച്ച് പ്രതികൾ മർദ്ദിച്ച് കൊന്നു കുഴിച്ചുമൂടിയത്. ഈ വർഷം ജൂൺ 28-നാണ് ചേരമ്പാടി വനത്തിൽ നിന്ന് ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസായിരുന്നു കേസ് അന്വേഷിച്ചത്. സാഹചര്യ തെളിവുകൾ വെച്ച് കൊല്ലപ്പെട്ടത് ഹേമചന്ദ്രനാണെങ്കിലും മരിച്ചത് ഹേമചന്ദ്രനാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധനാ ഫലം പോസിറ്റീവ് ആകണം. മൃതദേഹത്തിന്റെ കാലിന്റെ ഭാഗത്തു നിന്ന് ശേഖരിച്ച സാമ്പിളിൽ നിന്ന് DNA ശേഖരിക്കാൻ ഫോറൻസിക് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ വീണ്ടും DNA നൽകാൻ അന്വേഷണ സംഘത്തോട് കണ്ണൂർ ഫോറൻസിക് വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടെ കൃത്യത്തിൽ സഹായിച്ച വയനാട് ബത്തേരി സ്വദേശി മെൽവിൻ മാത്യുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 5ആയി. നാടുവിട്ടുപോയെന്ന് കരുതിയ ഹേമചന്ദ്രൻ മെഡിക്കൽ കോളേജ് പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടതാണെന്ന വിവരം പുറത്തുവന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.